കലാഭവൻ മണിയുടെ മരണശേഷം ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ മണിയും അനുജൻ രാമകൃഷ്ണനും ബദ്ധശത്രുക്കളായിരുന്നു എന്നുവരെ ആളുകൾ പറഞ്ഞുണ്ടാക്കി. എന്നാൽ ശത്രുക്കളാകേണ്ടിയിരുന്നവർ തന്നെയാണ് മിത്രങ്ങളായതും. ലിവർ സിറോസിസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മണിയോട് ഡോക്ടർ മദ്യപിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അമിതമായ മദ്യത്തിനടിമയായ മണിക്ക് കുടിക്കാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ലായിരുന്നു. സ്റ്റേജ് ഷോകളിലും ഷൂട്ടിങ്ങിനും പോകുമ്പോൾ രാവിലെ തന്നെ മദ്യപിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു മണിക്ക്. അവസാനത്തെ മെഗാ ഷോയായ മാഹി ഷോയ്ക്കും മണി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ദിവസം 12 കുപ്പി ബിയറായിരുന്നു മണിയുടെ കണക്ക്. എന്നാൽ ഇതറിഞ്ഞ മണിയുടെ അനുജൻ ഇതൊക്കെ നിർത്തണമെന്ന് നിരന്തരം പറയുമായിരുന്നു. അമിതമായ മദ്യപാനം കൂടിയതോടെ വീട്ടിൽ നിന്നും താമസം മാറി തൊട്ടടുത്ത ജാതിത്തോട്ടത്തിൽ പാടി എന്ന ചെറിയ വീട് വെച്ച് മണി അവിടെ താമസം തുടങ്ങി. അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മദ്യപിക്കാനും മറ്റു കലാപരിപാടികൾ നടത്താനും തുടങ്ങി. കൂടെ എന്തിനും ഏതിനും കൂട്ടുനിൽക്കുന്ന സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഒരിക്കൽ മണിയെ വിളിക്കാൻ രാമകൃഷ്ണൻ പാടിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അന്ന് രാമകൃഷ്ണനെ മണി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്ക് പറയുകയുണ്ടായി. അതിനുശേഷം അവർ തമ്മിൽ വലിയ ചേർച്ചയിലല്ലായിരുന്നു. ഈ സംഭവത്തോടെയാണ് മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കിയത് മണിയും അനുജനും തമ്മിൽ ശത്രുക്കളായെന്ന്. മണിയുടെ മരണശേഷം അന്വേഷണം തൃപ്തിയല്ലെന്നും പുനരന്വേഷണം വേണമെന്നും പറഞ്ഞത് രാമകൃഷ്ണൻ മാത്രമായിരുന്നു. അസുഖം കൂടി വന്നപ്പോൾ പലർക്കും മണിയെ രക്ഷിക്കാമായിരുന്നു. മദ്യപാനം നിർത്താൻ ഡി അഡിക്ഷൻ സെന്ററിൽ സഹായം തേടാമായിരുന്നു. എന്നാൽ ആരും തന്നെ ഇതിന് മുതിർന്നില്ല. പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അവസാന നിമിഷത്തിൽ മണി കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അകന്നു പോവുകയായിരുന്നു. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലും സിനിമകളിലും നിറഞ്ഞു നിന്നിരുന്നയാൾ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം നിർത്തി പാടിയിൽ തന്നെ ഇരിപ്പായിരുന്നു. ആ ഒരു സമയത്താണ് മണിക്ക് ഷുഗറും കൂടെ പിടിപെട്ടത്. വെളിയിലിറങ്ങുമ്പോഴെല്ലാം തന്റെ ശരീരം പുറത്ത് കാണാതിരിക്കാൻ ഉള്ളിൽ ബനിയൻ ധരിക്കുന്ന ശീലവുമുണ്ടായിരുന്നു. മണിയുടെ കൂടെ എപ്പോഴും 4 പേരുണ്ടായിരുന്നു, ഡ്രൈവർ അടക്കം. ഇവർക്കും അറിയാമായിരുന്നു മണി മദ്യപിച്ചാൽ കുഴപ്പമാണെന്ന്. പല തവണ വിലക്കിയിട്ടും മണി മദ്യപാനം തുടർന്നുകൊണ്ടിരുന്നു. കാരണം മണി അമിതമായി ഇവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയിരുന്നു. പലരും മണിയുടെ കീഴിൽ ശമ്പളത്തിനു വേണ്ടിയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ പണം ആവശ്യമാണെങ്കിൽ ഇടയ്ക്ക് കൊടുക്കാനും മണി മടിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ആവശ്യത്തിന് മദ്യവും ഭക്ഷണവും പാടിയിൽ നിന്നും ഫ്രീ ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇവരാരും മണിയെ എതിർത്തൊന്നും ചെയ്തിരുന്നുമില്ല, പറഞ്ഞിരുന്നുമില്ല. മദ്യമേറെ ഇഷ്ടമായിരുന്ന മണിക്ക് നാടൻ ചാരായവും ഇവർ സംഘടിപ്പിച്ചു നൽകുമായിരുന്നു. അതുകൊണ്ട് തന്നെ മണി ഇവരെ കൂടെ നിർത്തി. ഇതേ കൂട്ടുകാർ കാരണം മണി ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. രാത്രിയിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി കാട്ടുപോത്തിനെ വെടിവെക്കാൻ പോകുന്ന സംഘത്തിനൊപ്പം മണിയെ കൊണ്ടുപോവുമായിരുന്നു. വഴിക്ക് വെച്ച് ഫോറസ്റ്റ് ജീവനക്കാരുടെ ചെക്കിങ്ങിൽ മണിയുടെ വാഹനം കുടുങ്ങി. വാഹനത്തിൽ മദ്യക്കുപ്പികൾ കണ്ടതോടുകൂടി നിയമ നടപടിക്ക് മുതിർന്ന ജീവനക്കാരുമായി മണി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. അവസാനം പോലീസ് കേസ് വന്നപ്പോൾ മണിയുടെ പേരിൽ മാത്രമായി. അതും ഫോറസ്റ്റ് ജീവനക്കാരെ ആക്രമിച്ചു എന്നതായിരുന്നു. ഒരുപാട് വർഷം നീണ്ട ഈ കേസ് ഇന്ന് വരെ ക്ലോസ് ചെയ്തിട്ടില്ല എന്നതായിരുന്നു ഏറെ അത്ഭുതകരമായ കാര്യം. മണിക്ക് വയ്യാതിരിക്കുന്ന അവസാന നിമിഷത്തിലും വളരെ പാടുപെട്ട് കോടതിയിലേക്ക് കയറിപ്പോകുന്നതും കണ്ടവരുണ്ടായിരുന്നു. നാടൻ ചാരായത്തിന്റെ കേസിലും മണി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മണിയുടെ സുഹൃത്തിന്റെ സുഹൃത്ത് ദുബായിൽ നിന്നും വന്നപ്പോൾ ചാരായം വാറ്റുന്ന സ്ഥലത്തെത്തി അയാൾക്ക് കുടിക്കാൻ വേണ്ടി ചാരായം വാങ്ങിയിരുന്നു. എന്നാൽ ഇയാളെ കണ്ടുമുട്ടിയ മണിയുടെ സുഹൃത്ത് ഇതുമായി മണിയുടെ അടുത്ത് പോയി മണിക്കും കൊടുത്തിരുന്നു. പിന്നീട് വാറ്റിയയാളെ പോലീസ് റെയ്ഡിൽ പിടിച്ചതും വാർത്തയിൽ നിറഞ്ഞു നിന്നു. കൃത്യമായ വസ്തുതകൾ കൃത്യമായ അളവിൽ ചേർത്തില്ല എങ്കിൽ ജീവന് ഹാനിയാകുമായിരുന്ന ദുരന്തത്തിൽ നിന്നും മണി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. ഇതും കൂടി ശരീരത്തിൽ ചെന്നപ്പോൾ ആരോഗ്യം കൂടുതൽ വഷളാവുകയായിരുന്നു. മണിയുടെ മരണശേഷം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാനും ഈ സുഹൃത്തുക്കൾ മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് വരെ ആരോഗ്യം വഷളായി പാടിയിൽ ഛർദ്ദിക്കുമായിരുന്നു. എല്ലാവരിൽ നിന്നും ഇവർ തന്നെയാണ് മറച്ചു വെച്ചിരുന്നതും സ്വന്തം കുടുംബത്തിലുള്ളവരോട് പോലും പറഞ്ഞില്ലായിരുന്നു. ഒരുപക്ഷെ അവസാന നിമിഷമാണെങ്കിൽ പോലും ഇത് മറ്റുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ മണിയെ രക്ഷിക്കാമായിരുന്നു. മണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം ഇവർ പാടി മുഴുവൻ ഡെറ്റോൾ ഒഴിച്ച് കഴുകി മണിയുടെ വസ്ത്രങ്ങളെല്ലാം കത്തിച്ചു. മാത്രമല്ല, മദ്യക്കുപ്പികളും മറ്റും ഒരു വലിയ ചാക്കിൽ കെട്ടി എവിടെയോ കൊണ്ടുപോയി കളയുകയുണ്ടായി. ഇതെല്ലാം വലിയ സംശയത്തിലേക്ക് വഴിവെച്ചു. ഒരുപക്ഷെ ഡെറ്റോൾ ഒഴിച്ച് കഴുകിയില്ലായിരുന്നെങ്കിൽ
പോലീസ് നായയ്ക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടുമായിരുന്നു. മദ്യക്കുപ്പി കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ അതിൽ നിന്നും വിരലടയാളം ലഭിക്കുമായിരുന്നു. പുതുതായി ആരെങ്കിലും പാടിയിൽ വന്നിട്ടുണ്ടോ എന്നും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും തിരക്കാൻ പോലീസിന് കഴിഞ്ഞേനെ. ഇനി വസ്ത്രം കത്തിച്ചില്ലായിരുന്നെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും തെളിവ് കിട്ടുമായിരുന്നു. മണിയുടെ മദ്യപാനം മൂലമുള്ള മരണമാണെന്ന് റിപ്പോർട്ടിൽ തെളിഞ്ഞുവെങ്കിലും ഇന്നും ദുരൂഹതകൾ വിട്ടൊഴിയുന്നില്ല. ഇതെല്ലാം മണിയുടെ അനുജനായ RLV രാമകൃഷ്ണനെയും നാട്ടുകാരുടെയും സംശയങ്ങളാണ്. മണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാമകൃഷ്ണനോട് കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റിയപ്പോൾ മാത്രമാണ് ഇവർ കുടുംബത്തോട് കാര്യങ്ങൾ പറയുന്നത്. കേസിൽ ഇടയ്ക്ക് രാമകൃഷ്ണനിലേക്ക് ഇവർ സംശയങ്ങൾ ചൂണ്ടിയിരുന്നു. ഇത് കേസന്വേഷണം തിരിച്ചുവിടാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയങ്ങൾ ബാക്കിയാക്കി തെളിവിന്റെ അഭാവത്തിൽ പോലീസ് ക്ലോസ് ചെയ്ത കേസ് ഇന്നും എല്ലാവരുടെ ഉള്ളിലും ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്നു. മദ്യപിച്ചു മരിച്ചതാണോ അതോ മദ്യത്തിലൂടെ കൊന്നതാണോ?